ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നതിലെ ചില കൺസെപ്റ്റുകളാണ്. ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡിറൈവ്ഡ് യൂണിറ്റ്സും ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും എന്താണെന്നും ഏതൊക്കെയാണെന്നും ഡിറൈവ്ഡ് യൂണിറ്റ്സിനകത്ത് 1-2 എണ്ണത്തിൻ്റെ എക്സാമ്പിളും പറഞ്ഞിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി 1-2 എക്സാമ്പിൾസ് കൂടെ നോക്കാം. നമ്മൾ മൊമെൻറ്റം വരെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. നമുക്ക് അടുത്ത ഒരു ഇക്വേഷനിലേക്ക് പോകാം. വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ത് വരും? ഫോഴ്സിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ തന്നെ വന്നു. സോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് വർക്കിൻ്റെ യൂണിറ്റ്. ഇതിന് തന്നെ പറഞ്ഞ മറ്റൊരു പേരാണ് ജൂൾ. ഇനി അതുപോലെ തന്നെ വർക്ക് പറഞ്ഞു. ഇനി പവർ നോക്കാം. പവർ ഈസ് ഈക്വൽ ടു എന്ത് വരും? വർക്ക് ബൈ ടൈം ആണ്. വർക്കിൻ്റെ യൂണിറ്റ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്ന് വന്നു. അപ്പോൾ എന്ത് വരും? കിലോഗ്രാം മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. അതിനെ സെക്കൻഡ് വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ ഇങ്ങനെ എസ് മാത്രം എഴുതിയതിനർത്ഥം എന്താ? ഇതിൻ്റെ താഴെ 1 ഉണ്ടെന്നല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതിക്കൊണ്ട് ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1/s എന്നായി. സോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ് എന്നായി. ഇതിന് തന്നെ പറഞ്ഞ മറ്റൊരു പേരാണ് വാട്ട്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ഇനി അടുത്ത നമുക്കൊന്ന് വേറെ നോക്കാം. കൈനറ്റിക് എനർജി. K ഈസ് ഈക്വൽ ടു ½ mv². അപ്പോൾ എന്ത് വരും? യൂണിറ്റ് ഹാഫിന് യൂണിറ്റ് ഇല്ല. സോ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, അതിൻ്റെ സ്ക്വയർ ചെയ്യുക. സോ അപ്പോൾ എന്ത് വരും? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞു. നോക്കിക്കേ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ജൂളാണെന്ന് പറഞ്ഞു. അതായത് വർക്കിൻ്റെ യൂണിറ്റും കൈനറ്റിക് എനർജിയുടെ യൂണിറ്റും സെയിം ആണ്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് വർക്ക് എനർജി തിയറത്തിനകത്ത് അല്ലേ. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ എനർജി നോക്കാം. U ഈസ് ഈക്വൽ ടു mgh. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. G എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണമുള്ള ആക്സിലറേഷൻ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ത് തന്നെ വരുള്ളൂ? ആക്സിലറേഷൻ്റെ യൂണിറ്റ് തന്നെ വന്നു. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു ഹൈറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. സോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അതെന്ത് തന്നെയാണ്? ജൂളാണ്. വർക്കിൻ്റെയും കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും യൂണിറ്റ് എന്താണ്? സെയിം ആണ്, ജൂൾ എന്ന് വന്നു. ഇനി നമുക്ക് അടുത്തത് അതുപോലെ തന്നെ നിങ്ങൾ +1 പഠിക്കുന്ന മറ്റൊരു ടേമാണ് ടോർക്ക്. ടോർക്കിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതെന്താണെന്ന് ഒരു കുറച്ച് അടുത്ത യൂണിറ്റിനകത്ത് പഠിക്കുന്നതാണ്, അടുത്ത പാർട്ടിനകത്ത് പഠിക്കുന്നതാണ്. അടുത്ത പാർട്ടല്ല, സോറി, ഈ പാർട്ടിനകത്ത് തന്നെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നതാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ത് വരും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ത് വരും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? അതൊരു ലെങ്ത് തന്നെയാണ്. സോ മീറ്റർ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഇതിന് നമുക്ക് മറ്റൊരു രീതിയിലും കൂടി എഴുതാം കേട്ടോ. അതായത് ഇത് ഫോഴ്സ് അല്ലേ, ഫോഴ്സിന് നമുക്ക് എന്തെന്ന് എഴുതാം? ന്യൂട്ടൺ എഴുതത്തില്ലേ? ന്യൂട്ടൺ മീറ്റർ എന്നും എഴുതാം. എല്ലാം സെയിം, അതും സെയിം തന്നെയാണ് കേട്ടോ. അതുപോലെ ഇനി മറ്റൊന്ന് ഇമ്പൾസ്. ഇമ്പൾസ് എന്താണെന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇമ്പൾസിൻ്റെ ഇക്വേഷൻ ഒന്നെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയാം, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയാം. ഇപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്നെടുക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൊമെൻറ്റത്തിലുള്ള ചേഞ്ച്. മൊമെൻറ്റത്തിലെ ചേഞ്ച് എന്ന് പറയുമ്പോഴും കിട്ടുന്ന എന്ത് തന്നെയായിരിക്കും? ഒരു മൊമെൻറ്റം തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ അതായത് യൂണിറ്റുകളൊന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ഇക്വേഷൻ അറിയാമെങ്കിൽ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.